ഇന്ന് എന്താ സംഭവിച്ചത്? ഇന്ന് സഭ പിരിയുന്ന ദിവസമാണ്. സാധാരണ പിരിയുന്ന ദിവസം സ്പീക്കറുടെ റെഫറൻസ്, മറ്റെന്തെങ്കിലും ലേ ഉണ്ടെങ്കിൽ, പേപ്പർ ലേ ഉണ്ടെങ്കിൽ അതും ചെയ്യും. സ്പീക്കറുടെ റെഫറൻസ്, അത് കഴിഞ്ഞ് വന്ദേ മാതരം. പക്ഷേ ഞങ്ങൾ ആ കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു. ഈ വന്ദേ മാതരത്തിന് വേണ്ടി മാത്രം ഇന്ന് അമിത്ഷാ അവിടെ വന്നിരിക്കുകയാണ്. 17 ദിവസവും മുങ്ങിയ ആഭ്യന്തരമന്ത്രി പൊങ്ങിയത് ഇപ്പോഴാണ്. 1 മിനിറ്റ് നേരത്തെ വന്ദേ മാതരത്തിന് 17 ദിവസവും പാർലമെൻറ്റിൽ നിന്ന് മുങ്ങിയിട്ടില്ല, ലോക്സഭയിൽ നിന്ന് മുങ്ങിയിട്ടില്ല ആഭ്യന്തരമന്ത്രി പൊങ്ങിയത് ഈ ഒരു മിനിറ്റ് നേരത്തെ വന്ദേ മാതരത്തിന് കേൾക്കാനായിട്ടാണ്. അത് തടപ്പില്ല. അത് കഴിഞ്ഞിട്ട് ചായ സൽക്കാരത്തിന് ഞങ്ങളെല്ലാം പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ആഭ്യന്തരമന്ത്രിയുടെ ചായ സൽക്കാരത്തിന് ഞങ്ങളില്ല. സഭയെ അവഹേളിച്ച, ഈ രാജ്യത്തെ അവഹേളിച്ച, ഈ രാജ്യത്തെ കുട്ടികളെ വെടിവെക്കാൻ ഓർഡർ കൊടുക്കുന്നതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആഭ്യന്തരമന്ത്രി, സഭയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ആഭ്യന്തരമന്ത്രി ഇരിക്കുന്ന ചായ സൽക്കാരത്തിൽ അങ്ങനെ ഇരുന്നിട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയായിരുന്നു നമ്മൾ ചെയ്തത്. ഇതാണ് ഇന്ന് സംഭവിച്ചത്. സത്യത്തിൽ ഈ സഭയിൽ നടന്നത് ജനങ്ങളുടെ വികാരം ഉണ്ടായിരുന്നു. ഈ രാജ്യത്ത് വിദ്യാർത്ഥി ഏറ്റവും കടുത്ത അന്തരീക്ഷം ഉണ്ടായിരുന്നു. അവിടെ മുട്ടുമടക്കി ധർമ്മേന്ദ്ര പ്രധാനെ രാജി കണ്ടതാണ് ഈ സഭ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ മുമ്പിൽ, പ്രതിപക്ഷ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ച പ്രധാനമന്ത്രി, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് കീഴടങ്ങിയിട്ട് അവർ ജനങ്ങളുടെ മുമ്പിൽ തീർത്തും എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് ഈ പാർലമെൻറ്റ് സമ്മേളനം മുഴുവൻ കണ്ടത്. ഭരണപക്ഷത്തിൻ്റെ കീഴടങ്ങലിൻ്റെ, ഭയപ്പെട്ടോടുന്നതിൻ്റെ, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രയാസപ്പെടുന്നതിൻ്റെ, കഴിയാൻ കഴിയാത്ത സാഹചര്യത്തിൻ്റെ ഏറ്റവും വലിയ വേദിയായിട്ടാണ് ഈ പാർലമെൻറ്റ് സമ്മേളനം മാറിയത്. അത് ലോക്സഭയിലും രാജ്യസഭയിലും എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് കൃത്യമായിട്ടും ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഈ തിരക്കിനിടയിലും ഈ ഒരു ബഹളത്തിനിടയിലും, സഭ ഓർഡറിലല്ല, 1 മിനിറ്റ് വെച്ച് ബില്ല് പാസ്സാക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അതും മർമ്മപ്രധാനമായിട്ടുള്ള ബില്ലുകൾ. ഞങ്ങൾ നേരിട്ട് സ്പീക്കറെ കണ്ട് പറഞ്ഞു, പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്ററെ കണ്ട് പറഞ്ഞു, 2 ബില്ലുകൾ നിങ്ങളതിൽ വാശി പിടിക്കരുത്. സർക്കാരിന് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഭരണം നിർവഹിക്കുന്ന കാര്യത്തിൽ അത്യാവശ്യമായി ഉപകരിക്കേണ്ടതാണെങ്കിൽ മനസ്സിലാക്കുക. കോടാനുകോടി ജനങ്ങളെ ബാധിക്കുന്ന, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന മൗലികമായ നിയമങ്ങൾ ഇത്തരം ബഹളത്തിനിടയിൽ അപ്പം ചൂടുന്നത് പോലെ പാസ്സാക്കരുത് എന്ന് പറഞ്ഞു. 2 ബില്ലുകൾ പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞു, FCRA ബില്ലും മൈനിങ്ങിൻ്റെ അമെൻമെൻറ്റ് ബില്ലും. സ്പീക്കറെ കണ്ടു പറഞ്ഞു, മന്ത്രിയെ കണ്ടു പറഞ്ഞു. സ്പീക്കർ പറഞ്ഞു മന്ത്രിയെ കാണാൻ, മൈനിങ് മിനിസ്റ്ററെ കിഷൻ റെഡ്ഡി. പ്രതിപക്ഷം അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു, നിങ്ങൾ ചെയ്യരുത്, അറ്റ്ലീസ്റ്റ് ആ ബില്ല് നിങ്ങളൊന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാൻ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക്, മൈനിങ് ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാൻ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ ബില്ല് എന്താണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ റെസ്ട്രിക്റ്റഡ് ഫ്രം ഇമ്പോസിങ് എനി ടാക്സ്. ഏതെങ്കിലും നികുതി, മൈനിങ്ങുമായി ബന്ധപ്പെട്ട ഭൂമിയിൽ ഏതെങ്കിലും നികുതി ചുമത്തുന്നതിൽ നിന്നും സംസ്ഥാന ഗവൺമെൻറ്റുകളെ നിയന്ത്രിക്കുന്ന അധികാരം നൽകുന്ന ബില്ലാണിത്. കേന്ദ്രത്തിന് പൂർണ്ണ അധികാരം നൽകുക. സത്യത്തിൽ മൈനിങ് ലീസ്, മൈനിങ് ടാക്സ്, ഇതൊന്നും ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് പറ്റില്ല. നമ്മുടെ കേരളത്തിന് പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ തീരപ്രദേശങ്ങളിലെല്ലാം മൈനിങ് നടക്കുന്നുണ്ട്, മറ്റ് പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിനൊന്നും സംസ്ഥാന ഗവൺമെൻറ്റിന് നികുതി ചുമത്താൻ പറ്റാതെ അത് നിയന്ത്രിക്കുന്ന ബില്ലാണ് ഈ ബില്ല്. ഫെഡറൽ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ കടന്നാക്രമണം. അപ്പോൾ മൈനിങ് സംസ്ഥാന ഗവൺമെൻറ് കൂടി അനുമതി വേണ്ട മൈനിങ് ലീസുകൾ സെൻറ്ററുകളിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല ഫലത്തിൽ. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള വ്യക്തികൾക്ക് മൈനിങ് കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്ന ഒരു ബില്ലാണ് ഈ ബില്ല്. അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും വിശ്വാസം എടുത്തുകൂടെ? നിങ്ങളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനേക്കാളും വിശ്വാസം അഡാനിയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിനു വേണ്ടിയിട്ടാണ് ഈ ബില്ല് പാസ്സാക്കിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണമെന്ന് പറഞ്ഞത് അവർ അംഗീകരിച്ചില്ല. അവർക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് വിചാരിച്ച് ഇത്തരം ബുൾഡോസ് ചെയ്യുന്ന രീതിയാണ് ഉണ്ടായത്. ഇത് സംശയമില്ല
സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇതിന് ചോദ്യം ചെയ്തുകൊണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൃത്യമായിട്ടും ഇതിനെ നിയമപരമായി ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്ന ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ബില്ലാണ് ഈ ബില്ല്. ഫെഡറൽ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ബില്ലാണിത്. ലാൻഡ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ലാൻഡ്, ആ ലാൻഡ് ടാക്സിന് സംസ്ഥാന ഗവൺമെൻറ് അധികാരം കവർന്നെടുക്കാൻ എന്ത് അധികാരമാണുള്ളത് ഈ ബില്ലിൽ? ഈ ബില്ലിൽ അധികാരം എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുക? അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് നിയമ കോടതികളെ സമീപിക്കും. ഗവൺമെൻറ് ഈ ചുളൂലിൽ ഇത് പാസ്സാക്കിയെടുക്കാൻ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ആർക്ക് വേണ്ടിയാണ് പാസ്സാക്കുന്നത്? 3 കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 കമ്പനി രജിസ്റ്റർ ചെയ്ത ആൾക്ക് വേണ്ടിയിട്ട് പാസ്സാക്കാൻ വേണ്ടി ആ ഫ്രണ്ടിന് വേണ്ടി ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് ഇതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ FCRA ബില്ല് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, RSS അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എത്ര വിദേശ സംഭാവന വാങ്ങിക്കുന്നുണ്ട്? ഒരു അന്വേഷണവും ഇല്ല. കാരണം രജിസ്റ്റേർഡേ അല്ല. അതുകൊണ്ട് ആരോടും സമാധാനം പറയേണ്ട കാര്യമില്ല. FCRA ബാധകമല്ല അവർക്ക്. RSS നിങ്ങൾ മനസ്സിലാക്കേണ്ട സൈനിക സ്കൂൾ പോലും അവർ പിടിച്ചെടുക്കാൻ നോക്കുകയാണ് ഇപ്പം രാജ്യത്തിലെ. ഈ ഉത്തരേന്ത്യയിലൊക്കെ മിക്കവാറും സ്കൂളുകൾ നടത്തുന്നവരാണ്. അവർക്ക് എത്ര ഫോറിൻ ഫണ്ടിങ് വരുന്നുണ്ട്?